ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ ദർ വാസ് എ ലോങ് ടൈം റിലേഷൻഷിപ്പ്. ദാറ്റ് ഇസ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. കേസ് അതാണ്. പിന്നെ ആ റിലേഷൻഷിപ്പിൻ്റെ ബേസിസിൽ ഇവർ 2-3 പ്രാവശ്യം എവിടെയൊക്കെ പോയി. ദെൻ ദേ ഹാഡ് എ സെക്ഷൽ ഇൻ്റർകോഴ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷീ സേസ് ദാറ്റ് ഷീ ബിക്കെയിം പ്രഗ്നൻറ്റ്. നൗ ഷീ സേസ് ദാറ്റ് ഷീ വാസ് ഗിവൺ സം ടാബ്ലറ്റ്സ് അബോട്ട് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അത് അബോട്ട് ചെയ്തു. ദാറ്റ് വാസ് വിത്തൗട്ട് കൺസെൻറ്റ്. ഇതാണ് കേസ്. പിന്നെ ഷീസ് മാരീഡ് ഓൾസോ. ഓക്കെ, ഇതാണ് കേസ്. ഈ ഇര വിവാഹം കഴിച്ചതാണ് എന്നുള്ള കാര്യമൊക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ട് ഈ ലോകം മുഴുവൻ അറിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ മുഴുവൻ ജനങ്ങൾ അത് മനസ്സിലാക്കി. ഒരാളെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് അത് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്ത് വലിയ ഊളത്തരാണല്ലേ. ഇപ്പൊ ഒരുപാട് സ്ത്രീകളും രംഗത്ത് വന്നു കേട്ടോ. ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഭയങ്കരമായിട്ട് വലിച്ചു കീറിയുന്ന സ്ത്രീകളടക്കം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് അറിയുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും ഇത് ചർച്ച പോലും ചെയ്യുന്നില്ല. അത് തുറന്നു കാണിക്കുമ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുക. അത് എന്തുകൊണ്ട് അവർ മൂടി വെക്കുന്നത് വെച്ചാല് പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. നിലവില് ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ സ്ത്രീയോ പുരുഷനോ അങ്ങോട്ടും കൊണ്ട് വഞ്ചിച്ച് മറ്റൊരാളുമായിട്ട് എന്തെങ്കിലും രീതിയിൽ അതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, വലിയ കേസാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് IPC സെക്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. വഞ്ചനാ കുറ്റം ഭയങ്കര കുറ്റാണ്. അതേപോലെ തന്നെ ചീറ്റിംഗ് മാത്രമല്ല കേട്ടോ, കുറെ പരിപാടി ഉണ്ട് അതിൽ. അത്യാവശ്യം 4-5 സെക്ഷനൊക്കെ വെച്ച് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഭർത്താവിനെ ചതിച്ചുകൊണ്ട് മറ്റൊരാളുടെ അടുത്ത് പോയി കറങ്ങി കടഞ്ഞ് ഇതാക്കി അവസാനം ഇതായി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ സംസാരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീല്. അദ്ദേഹം കറക്റ്റ് പോയിന്റ് തന്നെ പറയുന്നുണ്ട്. അതേപോലെ രാഹുൽ ഈശ്വർ ഇരയുടെ ഭർത്താവുമായി സംസാരിച്ച വോയിസ് ഒക്കെ ഉണ്ട്, നമുക്കൊന്ന് കാണാം. കൺസെൻറ്റിങ് അഡൽട്സ് രണ്ടുപേരും ഇഷ്ടപ്രകാരം ദേ എൻ്റർ ഇൻ എ സെക്ഷൽ ഇൻ്റർകോഴ്സ്. ദേ എൻ്റർ എ റിലേഷൻഷിപ്പ്. നമ്പർ 1 അതൊരു വലിയ കാര്യമാണോ ഈ 21st സെഞ്ച്വറിയിൽ? ആഫ്റ്റർ ദാറ്റ് ദേ എൻ്റർ ഇൻ ടു എ സെക്ഷൽ റിലേഷൻഷിപ്പ് വിത്ത് കൺസെൻറ്റ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വൺ പാർട്ടി ഗെറ്റ്സ് ഡിസാറ്റിസ്ഫൈഡ്. അപ്പോൾ ആ ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ഷീ ഗോസ് ടു ദ പോലീസ് ആൻഡ് ഫയർസ് എൻ FIR. അപ്പോഴത്തേക്ക് മറ്റൊന്ന് പിടിച്ചാൽ ജയിലിനകത്ത് ഇടുക. അത് ഈസ് ഇറ്റ് ഫെയർ? ന്യായമാണോ അത്? ഒരിക്കലും മാന്യമായിട്ടുള്ള ഒരു പരിപാടിയല്ല, വൃത്തികെട്ട പരിപാടിയാണെന്നുള്ളതാണ്. രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അവർ ഒരുപാട് തവണ കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ബലാത്സംഗം ചെയ്തു എന്നൊരു കാര്യം പറയുന്നതാണ് എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നുന്നത്. ബലാത്സംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 തവണ ചെയ്തു എന്നൊക്കെ പറയുന്നത്. ഒരു തവണയാണെങ്കിൽ ഓക്കെ, ഒരു തവണ നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് എന്ത് ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടും. ഇനി അതൊന്നും വേണ്ട, 2 തവണയും 3 തവണയും ചെയ്തതാണ് എങ്കിൽ ഗർഭിണിയാണ് എന്ന് പറഞ്ഞൊരു ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടല്ലോ, ആ ഡോക്ടറെങ്കിലും ഇത് പുറത്ത് പറയണ്ടേ? ഇനി അങ്ങനെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയും, പക്ഷെ ഇത് പറഞ്ഞിട്ടില്ല. അതായത് ഒരു ബലാത്സംഗമല്ല, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് നടന്ന ഒരു കാര്യമാണ്. നിലവിലെ ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ അയാളെ ചതിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനുമായിട്ടുള്ള ഒരു വഴിവിട്ട ബന്ധം എന്ന് പറയേണ്ടി വരും. ഇവിടെ നമ്മൾ ഒരിക്കലും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാധ്യമ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ ഒരു വിചാരണ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അത് മാധ്യമ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണല്ലോ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല എന്ന് കോടതി വിധി വരികയാണെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ആ വഴിക്ക് പോവില്ല, മിണ്ടൂല. അവർക്ക് വേണ്ടത് എപ്പോഴും കോൺട്രവേഴ്സികളാണ്. അതായത് ഒരു വൃത്തികേട് നടന്നു എന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. ഈ വാർത്താ ചാനലുകളുടെ ഒരു പ്രശ്നം തന്നെ ഇതാണെന്നുള്ളതാണ്. അവർക്ക് കിട്ടുന്ന ഇത്തരം കാര്യങ്ങൾ ആഘോഷിക്കും. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ അവർ ചെയ്ത് തെറ്റാണെങ്കിൽ അവർ തിരുത്തില്ല എന്നുള്ളതാണ്. തുടർന്ന് കേൾക്കുക. അതിന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ പോകുമ്പോഴത്തേക്ക് യു നോ ദാറ്റ് ഇറ്റ് ഇസ് റോങ് നോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡോക്ടറോട് പറഞ്ഞാൽ പോരായോ? ഇത് റേപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഡ്യൂട്ടി ബൗണ്ടാണല്ലോ പോലീസിൽ ഇൻഫോം ചെയ്യാനായിട്ട്. അങ്ങനെയാണ് നേരത്തെ FIR വീഴണ്ടേ? ഹൗ ഡു എക്സ്പ്ലെയിൻ ഓൾ ദീസ് അനോമാലീസ്? അതന്നെ പോയിന്റ്. അപ്പോ ബലാത്സംഗമാണെങ്കിൽ ഡോക്ടർ അവിടെ എന്തായാലും പോലീസിനെ അറിയിക്കും. അങ്ങനത്തെ സംഭവം നടന്നിട്ടില്ല. പിന്നെ അതൊന്നും കൂടാതെ ഇവിടെ ശബ്ദ സന്ദേശങ്ങൾ ഒരുപാട് കറങ്ങി നടന്നല്ലോ. രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുണ്ടായ കുട്ടി, അങ്ങനെ തന്നെയാണ് ആ ശബ്ദ സന്ദേശങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിലുള്ള ഒരു സംഭാഷണമാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളത്. അതായത് ആ കുട്ടിയെ അബോർഷൻ ചെയ്യണം എന്നുള്ള ഒരു കാര്യം അത് നിർബന്ധിച്ചുകൊണ്ട് ചെയ്യിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ക്രൈമായിട്ട് കാണുന്നത്. പിന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതും പിന്നെന്താണെന്ന് വെച്ചാൽ ദൃശ്യങ്ങൾ പകർത്തി കയ്യിൽ വെച്ചു എന്നുള്ളത്. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കേസിനൊരു ബലത്തിന് വേണ്ടിയിട്ട് പലതും എഴുതി പിടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ടുപേരും കാമുകന്മാരാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ തന്നെ സുഹൃത്തുക്കൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അത് കൂടാതെ തന്നെ ഈ ഒരു സ്ത്രീയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു മനുഷ്യനുമായിട്ട് രാഹുൽ ഈശ്വർ സംസാരിച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാള് ആകെ തകർന്ന് തരിപ്പണായി. കാരണം കല്യാണം കഴിച്ചിട്ട് ചതിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഊളത്തരല്ലേ.
ഇവിടെ നിയമം അതിനും ബാധകമാണ് കേട്ടോ. ഇവിടെ ഒരു പുരുഷൻ ഇങ്ങനെ ചെയ്തു എന്നൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ സ്ത്രീ ചെയ്ത കാര്യത്തിനെ കൂടി നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നാളെ നിനക്കൊരു അനുഭവം വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദ്യചിഹ്നമാണ്. നമുക്ക് ഇനി രാഹുൽ ഈശ്വർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ഫോൺ സംഭാഷണമാണെന്ന് കേൾക്കാം. ഇരയാകണമെങ്കിൽ ഈ പരാതി ശരിയാകണ്ടേ? സരിത ഇരയാണോ? ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത സരിത ഇരയാണോ? നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത, വ്യാജ ബലാത്സംഗ പരാതി കൊടുത്ത പെൺകുട്ടി ഇരയാണോ? അല്ല. അപ്പോ ഇരയാകണമെങ്കിൽ ഈ പരാതി കോടതി സത്യമാണെന്ന് പറയണം. പ്രഥമ ദൃഷ്ടിയായെങ്കിലും നിലനിൽക്കുന്നതാണെന്ന് പറയണം. ശരിയല്ലേ? അപ്പോൾ ഈ പെൺകുട്ടി കൊടുത്ത പരാതി പച്ച കള്ളമല്ലേ? ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. ഇവര് മാർച്ചിൽ ലൈംഗികത നടത്താൻ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ? പ്ലാൻ ചെയ്ത് നടത്തുന്ന ലൈംഗിക ബന്ധത്തെ ബലാത്സംഗമായിട്ട് നമുക്ക് പറയാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. 3-4 തവണ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയിട്ടുണ്ട്. സൗഹൃദം ഉണ്ടായിരുന്നു. അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് തന്നെ ഉണ്ടായതാണ് ഈ ഒരു സംഭവം എന്ന് ആ ഒരു ശബ്ദ സന്ദേശങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും. കോടതിയിൽ ഈ ഒരു കാര്യങ്ങളുമായിട്ടാണ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാമ്യം കിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ജാമ്യമൊക്കെ കിട്ടി സിമ്പിളായിട്ട് ഇങ്ങോട്ട് പോരാ. പകരം ആ ഒരു മനുഷ്യനുണ്ടല്ലോ, കല്യാണം കഴിച്ചൊരു പാവപ്പെട്ട മനുഷ്യൻ, അയാൾക്കെങ്കിലും നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ എല്ലാവരും ചേർന്നുകൊണ്ട് അതും കൂടി വാങ്ങിക്കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഒരാളെ മാത്രം കുറ്റക്കാരനാക്കുന്നത് പറയുകയാണ്. ഇവിടെ ഇര എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും ഇവിടെ കുറ്റക്കാരാണ്. രണ്ടുപേരും ഒരേപോലെ കുറ്റം ചെയ്തിട്ടുണ്ട്. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. അത് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റല്ലേ ബലാത്സംഗ കുറ്റം രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് ആ യുവതിയെ വിധേയയാക്കി എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതിനുള്ള മെഡിക്കൽ തെളിവുകൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവര് പറയുന്നത് നിർബന്ധിച്ച് ഗർഭധാരണം നടത്തി എന്നായിരുന്നു. ഓർമ്മയുണ്ടോ? ഉണ്ട്. 2 മുമ്പത്തെ വാർത്ത. നിർബന്ധിച്ച് ഗർഭം ധരിപ്പിക്കാൻ പറ്റുമോ? ഈ പെൺകുട്ടി സ്വന്തമായിട്ടല്ലേ പിൽസ് കഴിച്ചത്? വേറെ ആരെങ്കിലും വായിൽ കുത്തിക്കെട്ടി കഴിച്ചതാണോ? ഈ പെൺകുട്ടിക്ക് പറയാൻ കഴിയുന്നത് എന്നെ വാക്കുകൾ കൊണ്ട് പ്രേരിപ്പിച്ചു എന്നാണ്. അത് കോടതിയിൽ അവർ തർക്കിച്ചോളും. പക്ഷെ ഇതല്ലേ പറയാൻ പറ്റും. ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിന് കല്യാണം കഴിക്കാൻ പറ്റുമോ സാർ? ഓൾറെഡി ഈ പെൺകുട്ടി മാരീഡ് അല്ലേ? മറ്റൊരു പുരുഷന്റെ ഭാര്യയായി നിന്ന് അയാളെ വഞ്ചിച്ച് കാമുകനായ രാഹുൽ മാങ്കൂട്ടത്തിനെ വഞ്ചിച്ച ഈ പെൺകുട്ടി മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധം സ്ഥാപിച്ച കുട്ടിയെ എങ്ങനെയാണ് കല്യാണം കഴിക്കാൻ പറ്റുക? ഒരിക്കലും കഴിയില്ല. വേറെ ആളുടെ ഭാര്യ എങ്ങനെ കല്യാണം കഴിക്കുക? അവര് നിയമപരമായിട്ട് വേറിടണം. ആ ബന്ധം വേറിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയാലേ അടുത്ത വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും നല്ല രീതിയിൽ കൊടുക്കാൻ നോക്കി അവസാനം മൂഞ്ചി എന്ന് തന്നെ പറയേണ്ടി വരും. ശരിക്കും മൂഞ്ചി കേട്ടോ. ഒക്കെപ്പാടെ ബൂമറാങ് പോലെ തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ കിട്ടി. ഇര ഓൾറെഡി ഒരാളെ ചതിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെയും ചതിച്ചതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഈശ്വർ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു വിവാഹം കഴിച്ചതായിട്ടുള്ള ഒരു സംഭവം അയാൾക്ക് അറിയില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഇതൊക്കെ കോടതിയിൽ പോയിട്ട് വാദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആളിങ്ങോട്ട് പോരും. അതിനുശേഷം അതായത് ആദ്യം ഈ പെൺകുട്ടിക്ക് 2024 ഓഗസ്റ്റ് ഈ പെൺകുട്ടി കല്യാണം കഴിക്കുന്നു. അതിന് മാസങ്ങൾക്ക് ശേഷം അവർ സെപ്പറേറ്റ് ആവുന്നു. അതിലൊന്നും ഒരു തെറ്റുമില്ല. അതൊക്കെ സ്വാഭാവികമാണ്. അതിനുശേഷം രാഹുലുമായി ബന്ധം സ്ഥാപിക്കുന്നു. ഈ കാര്യം രാഹുൽ അറിയുന്നില്ല. ഞാൻ എപ്പോഴാണ് അറിയുന്നതെന്ന കാര്യം എനിക്കറിയില്ല. അത് രാഹുൽ ഇനിയും കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വരട്ടെ. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ അല്ലാതെ മാറ്റി പറയാം. പക്ഷെ ഞാനത് പറയില്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോൾ താങ്കൾ ഉറപ്പിച്ച് പറയുകയാണ് രാഹുൽ ഇത് അറിഞ്ഞിരുന്നില്ല ബന്ധം ഉണ്ടാകുന്ന സമയത്ത്? ആദ്യഘട്ടത്തിൽ രാഹുലുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ബന്ധമുള്ള കാര്യം രാഹുൽ അറിഞ്ഞിരുന്നില്ല എന്നാണ് രാഹുലിന്റെ സുഹൃത്തുക്കളിൽ നടക്കം വെരിഫൈഡ് ആയ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത്. എന്തായാലും ഈ പെൺകുട്ടി മാരീഡ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് നോൺ ഡിബേറ്റബിൾ ആയ പോയിന്റ്സ്. ഈ പെൺകുട്ടി മാരീഡ് ആണ്. അപ്പൊ ഓൾറെഡി മാരീഡ് ആയ ഡിവോഴ്സ് അല്ലാത്ത ഈ പെൺകുട്ടിയെ രാഹുൽ നോക്കുന്നത് എങ്ങനെ കല്യാണം കഴിക്കും? കോമഡിയുടെ അങ്ങേ അറ്റാണല്ലോടാ. ഇതിപ്പോ ആകെ മൂഞ്ചി എന്ന് പറയേണ്ടി വരും. ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഒരു ആയുധമാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാറുള്ളൂ കേട്ടോ. ഈ വിഷയത്തിൽ ഞാൻ കാര്യമായിട്ട് പറയാം. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല. ഇതൊരു പുരുഷന് നേരെയുള്ള ഒരു അതിക്രമമായിട്ട് കൂടി നമ്മളെല്ലാവരും കാണണം. ഒരു പുരുഷനല്ല, 2 പുരുഷൻ കല്യാണം കഴിച്ചത് മറച്ചു വെച്ച് ഒരാളുമായിട്ട് പ്രണയത്തിലാവുന്നു, അയാളുമായിട്ട് ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു, അതിൽ പ്രഗ്നന്റ് ആവുന്നു. പിന്നെ ആകെ ഉണ്ടായ കോൺട്രവേഴ്സികൾ ഇതൊക്കെയാണ്. ഇദ്ദേഹം MLA ആയതിനു ശേഷമാണല്ലോ ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെയുടെ രാഷ്ട്രീയം വളരെ അധപ്പതിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഏതൊരു വ്യക്തിയുടെ ലൈഫിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നിയമങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ബോധം ഇവിടെയുള്ള ആളുകൾക്ക് ഒന്ന് കിട്ടണത് നല്ലതാണ്. അത് ഇത്തരം വാർത്തകളൊക്കെ വരും മനസ്സിലാക്കിക്കോളും എന്താണ് ആ നിയമം എന്നുള്ളത്. ഭർത്താവിനെ ചീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല 8ന്റെ പണി കിട്ടും. അതൊക്കെ നിയമം മാറിയിട്ടുണ്ട്. ഇതൊന്നും ഇവർ അറിഞ്ഞില്ല പോലും. സംസാരിച്ചു. വളരെ മാന്യനായ, വളരെ ഡീസന്റ് ആയ, ബഹുമാനം തോന്നുന്ന ഒരു പയ്യനാണ്. ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഇര.
അവിടെ ഇപ്പോൾ അഡ്വക്കേറ്റ് ദീപ ജോസഫും രാഹുൽ ഈശ്വറും എല്ലാം പറയുന്നത് ആ വ്യക്തിയാണ് ഇര. ഇതിനെ സാധൂകരിക്കുന്ന അതിന് നമുക്ക് തർക്കം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അതായത് യഥാർത്ഥത്തിൽ ആ പയ്യൻ ഇരയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഇവിടെ ഒരു നിയമസാധ്യതയുള്ളത്, ഈ അടുത്ത കാലത്തൊരു വിധി വന്നിരുന്നല്ലോ, വഞ്ചിക്കുന്ന പങ്കാളിക്കെതിരെ സിവിൽ നടപടികൾ സ്വീകരിക്കാമെന്ന്. അതാണ് ഞാൻ ചോദിച്ചത്, അതിനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിന്റെ പ്രശ്നം എന്താ അറിയോ, നമ്മളെല്ലാം മോഡേൺ ജനറേഷന് ബ്രേക്കപ്പും മറ്റുമൊക്കെ കാണുന്നതാണ്. ആർക്കെതിരെയും ദ്രോഹം ചെയ്യണമെന്ന് ആർക്കും അഭിപ്രായമില്ല. പക്ഷെ ഇത് വെപ്പണൈസ് ചെയ്യരുത്. മനഃപൂർവ്വം വേറൊരാൾക്കെതിരെ ആയുധവൽക്കരിക്കുന്നു. ഈ ഡിവോഴ്സും ബ്രേക്കപ്പും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നമ്മുടെ എല്ലാ ലൈഫിൽ നമ്മൾ കണ്ടു കാണും, നമ്മുടെ എല്ലാ സുഹൃത്തുക്കളുടെ ലൈഫിൽ കണ്ടു കാണും. പക്ഷെ ഈ പെൺകുട്ടി അതിനെ പിന്നീട് ആയുധവൽക്കരിക്കുകയും രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യുകയും ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും. ഇത് ഒരു ചോദ്യം തന്നെയാണ്. അതായത് ഇവിടെയുള്ള നിയമങ്ങളൊക്കെ അതൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം, അല്ലാതെ ആളെ ഒരു മറ്റേടത്തെ പരിപാടി കാണിക്കുന്ന രീതിയിൽ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുക. അതായത് ഒരു സ്ത്രീ ഒരു കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യമൊന്നുമില്ല, നേരെ അറസ്റ്റാ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ, അന്വേഷണത്തിന് മുന്നേ അറസ്റ്റ് ആണെന്നുള്ളതാണ്. ഇപ്പൊ കുറെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് എന്ന് തന്നെ കൂട്ടുക, തീർച്ചയായിട്ടും അയാൾ കോടതിയിലെത്തി അപ്പൊ തന്നെ ജാമ്യത്തിൽ ഇറങ്ങിപ്പോരും. അത്രക്ക് ബാലിഷമായിട്ടുള്ള വകുപ്പുകളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി അഡ്വക്കേറ്റ് ദീപ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ ഒരു വിഷയത്തിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്. അതായത് എന്റെ കയ്യിലുണ്ട് മുഴുവൻ തെളിവുകളും, വല്ലാണ്ട കളിക്കല്ല. ഇരയോ പറഞ്ഞതാണ്, ഇരയല്ല മഹാ ഫ്രോഡ്. എടി കൊച്ചേ, നീ ധൈര്യമായി കേസ് കൊട്, മാധ്യമ വിചാരണ നിർത്തൂ. അതല്ല നിന്റെ കള്ളക്കളികൾ ഞാനായി പരസ്യപ്പെടുത്തണം എന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഒരുക്കമാണ്. ഇനിയും ഒരു പുരുഷനെയും നീ ഇതുപോലെ നിന്റെ ഹണി ട്രാപ്പിൽ കൊണ്ടുവരരുത്. ഇന്ന് തന്നെ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന അവളോടും നിനക്കായി പണി ചെയ്യുന്ന PR മാരോടും ഇവിടെ വെച്ചു ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ പറയണം. അല്ലാത്ത പക്ഷം എന്നെ പോലെ ഉള്ള ഒരുപാട് പേര് നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യും. ചീറ്റിങ്ങിന് ഒരുത്തന്റെ കൂടെയല്ല പലരുടെ കൂടെ കിടക്ക പങ്കിട്ടു. പണ്ട് കയ്യും കാലും കണ്ണും കാണിച്ച് മയക്കിയവൻ ഇന്ന് MLA ആയപ്പോൾ അവനെ കുടുക്കാൻ നിന്റെ ഗർഭം. എന്നിട്ടും നീ ഒരു വർഷം മുൻപ് വിവാഹിത ആയതുകൊണ്ട് രാഹുൽ നിനക്കെതിരെ ഒന്നും പറയാത്തത് അവന്റെ മാന്യത. പക്ഷെ നീ ചതിച്ചു. ജീവിതം നശിപ്പിച്ച നിന്റെ സ്വഭാവം അറിയാതെ സ്നേഹിച്ചു കെട്ടിയ ആ പാവം പയ്യൻ നീതിക്ക് വേണ്ടി എന്നെ സമീപിച്ചാൽ ഞാൻ അവനെ ചേർത്ത് പിടിക്കും, രാഹുലിനെ പിടിച്ചതിലും അതിശക്തമായി. ഇത് സ്നേഹം കാണിച്ച് ശരീരം വിൽക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ചതിക്കുന്ന ഓരോ പുരുഷനും നീതിക്ക് കാവലാളായി എന്നെ പോലെ 1000 പേരുണ്ടാവും എന്ന് അഡ്വക്കേറ്റ് ദീപ ജോസഫാണ് ഇങ്ങനെ ഒരു കുറിപ്പ് ഇട്ടത്. ഒരു പക്ഷേ ഒരുപാട് ആണുങ്ങള് പല രീതിയിലും പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കാറുണ്ട്. അവരെ ഒന്നും സംരക്ഷിക്കാനും അവരെ ഒന്നും സപ്പോർട്ട് ചെയ്യാനും ആരും ഉണ്ടാവാറില്ല. ഒരു രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ടും അത്യാവശ്യം നല്ല റീച്ചിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടുമാകാം രാഹുലിന് ഇത്രയും മാത്രം പിന്തുണ. എന്തായാലും ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരു ഭർത്താവ് നിലനിൽക്കെ അയാളെ ചതിച്ചുകൊണ്ട് മറ്റൊരാണിന്റെ കൂടെ ഇങ്ങനെ കറങ്ങി അതിലൊന്നും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ തെറ്റ് അത് നിങ്ങളിലും ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അല്ലെങ്കിൽ നാളെ ജനങ്ങള് ഇതാരാണ് എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ഒരു ഫോട്ടോയോ ഒരു പേരോ ഒന്നും ഇവിടെ ആരും പറയുന്നില്ല. നാളെ വിധി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പേരും ആ നാളും ആ ഫോട്ടോയും ഒക്കെ ഇവിടെ പരക്കും. അത്രയും ഈ നാണക്കേട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ രാഹുലിന് എത്രത്തോളം നാണക്കേട് ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ഇരട്ടി നാണക്കേട് അപ്പോൾ നിങ്ങളിലും വരാൻ സാധ്യതകളുണ്ട്. നമ്മളെന്തായാലും ഫോട്ടോസോ പേരോ ഒന്നും പുറത്ത് പറയില്ല. നമ്മളെ മാന്യത അതിന് അനുവദിക്കുന്നു ഇല്ല, അല്ലെ? എന്തിലാവട്ടെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളെ കിടപ്പ്. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി തീരുമാനമാവുകയാണെന്നുണ്ടെങ്കിൽ, വിധി വരികയാണെന്നുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അല്ലാത്ത പക്ഷം അയാളെ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്തിനാണ്? കോടതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, അതല്ലാതെ മാധ്യമങ്ങളല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നുള്ളൊരു ബോധം ഉള്ളത് നല്ലതായിരിക്കും. വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ സന്ദീപ് അപ്പോൾ സൈനിങ് ഓഫ്.